റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിന്റെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്നുള്ള ഒരു കിടിലൻ ചോദ്യമാണ്. നോക്കിക്കോ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ വെൻ ആർ ഈക്വൽ ടു 3. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് പറഞ്ഞത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് എന്നല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എന്താണോ അതാണ് നമ്മൾ താഴത്, അതായത് d/dr. എന്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചാണ് വേണ്ടത്? ഏരിയ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, d/dr ഓഫ് ഏരിയ. സർക്കിളിൻ്റെ ഏരിയ അല്ലേ, സർക്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ അത് πr² എന്നല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ d/dr ഓഫ് πr². ഈ പൈ കോൺസ്റ്റൻ്റാണ്, പൈ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ r² ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2r കിട്ടുക. അപ്പോൾ π × 2r എന്ന് വരും. പക്ഷെ ചോദ്യം അതല്ല. വെൻ റേഡിയസ് r ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അപ്പം നിങ്ങൾ എഴുതേണ്ടത് dA/dr. അത് എത്ര ആകുന്ന സമയത്തുള്ളതാണ്? ഇങ്ങനെ ഒരു വരച്ച് എഴുതിയാൽ മതി, അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. r ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, റേഡിയസ് 3 ആകുമ്പോൾ ഉള്ള റേറ്റ് ഓഫ് ചേഞ്ചാണ് വേണ്ടത്. അതെങ്ങനെയാണ് കണ്ടെത്തുക? നിങ്ങളിപ്പോൾ ഇവിടെ dA/dr കണ്ടെത്തിയില്ലേ? ഇവിടെ ഈ 2πr എന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളത്. അവിടെ ആറിന് പകരം ഈ 3 റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ആൻസർ 6π എന്ന് കിട്ടും. 6π. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്ത്